ഒരു മാസത്തിന് ശേഷം വൈജയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരാണ്. ആ ഒരു സമയത്ത് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ശിവനും രാജീവനും വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ അത് അംഗീകരിച്ച് കൊടുക്കുന്നില്ല. എൻ്റെ ഭാര്യനെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ എനിക്കറിയാം, അത് നിങ്ങൾ പറയണ്ട, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ തന്നെ കാണും എന്ന് പറയാണ്. ശിവൻ പറയുന്നുണ്ട്, നിന്റെ ഭാര്യയോ? നിന്റെ ഒരു പിഴച്ച സന്താനം അവിടെ ഉണ്ടല്ലോ, അവളുള്ളിടത്തേക്ക് ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾ അയക്കില്ല. അപ്പൊ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ 3 മക്കളുടെ അമ്മ അവള്, ഞാൻ കിട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെക്കാളും കൂടുതൽ അവകാശം എനിക്ക് തന്നെയാണ്. ഇവിടുന്ന് ഞാൻ സൈൻ ചെയ്താലേ അവളെ വിട്ടു തരുള്ളൂ. അതുകൊണ്ട് ആരും കൂടുതൽ വാശി പിടിക്കാൻ നിൽക്കണ്ട. ഞാനേ അവളെ കൊണ്ടുപോകുന്നു പറഞ്ഞാല് കൊണ്ടുപോകും. അല്ല, അവിടെ കൊണ്ടുപോയിട്ട് ആര് നോക്കാനാ? നിങ്ങളുടെ അമ്മേനെ നിങ്ങളുടെ ഭാര്യ നോക്കുന്ന എങ്ങനാന്നേ നിങ്ങൾക്കറിയാലോ. വേസ്റ്റ് നടക്കല്ലേ ആ തള്ളയൊക്കെ എടുത്തിരിക്കുന്നത്. അതുപോലെ എൻ്റെ ഭാര്യയെ കൊണ്ട് നിർത്താനാണോ നിങ്ങളുടെ പ്ലാനിങ്? അങ്ങനാണെങ്കിലേ അത് നടപ്പില്ല. അവിടെ എൻ്റെ മകളുണ്ട്, എൻ്റെ അലീന മോള്, അവള് നോക്കിക്കോളും എൻ്റെ ഭാര്യനെ പൊന്നു പോലെ. അതിനെ കോഴ്സും കഴിഞ്ഞ് വന്നവൾ അവളല്ലെങ്കിൽ തന്നെ അവളെ പൊന്നുപോലെ തന്നെ നോക്കിക്കോളും. പിന്നെ പൊന്നുപോലെ നോക്കും. അവൾ ഒറ്റയെടുത്തി കാരണമാണ് വൈജ ആ പാതിരാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും കാർ ആക്സിഡന്റ് ആയതും ഇത്രയും നാള് ആ പാവം കോമയിൽ കിടന്നതും. എന്നിട്ട് ഇപ്പൊ അവൻ കൊണ്ടുപോകാൻ പോകുന്നു. അപ്പൊ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിലേ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്ങ് ഒരു പോക്ക് കൊണ്ടുപോക്കണം. പിന്നീട് ഒരിക്കലും എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ആ വഴിക്ക് വന്നു പോയേക്കരുത്. ഞാനേ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തീരുമാനിച്ചിരിക്കുക. അതിന് തടസ്സം നിൽക്കാൻ ആരും വരണ്ട എന്ന് പറയാണ്. രാജുവിൻ എപ്പോഴേക്കും എടാന്ന് വിളിച്ച് ദേഷ്യപ്പെടുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, അങ്കിളെ ചെറിയച്ച, അങ്കിള് പറഞ്ഞല്ലേ ശരി, അങ്കിളുടെ ഭാര്യ അത്. അങ്കിളിനുള്ള അവകാശം നിങ്ങൾക്ക് എന്തായാലും ഇല്ല. എങ്ങോട്ട് കൊണ്ടുപോകണം എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടതേ അങ്കിളാ. അതുകൊണ്ട് നിങ്ങൾ അതിൽ വിട്ടുപിടി. വീട്ടിൽ കൊണ്ടായാല് അമ്മ നോക്കുന്നതാണോ നിങ്ങൾ ഓർക്കുന്നത്? മുത്തശ്ശിയെ പോലും അമ്മ നോക്കാറില്ല, പിന്നല്ലേ വൈജി ആന്റിയെ കൂടി. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ തർക്കിക്കണ്ട. അലീന അങ്കിള് പറഞ്ഞതുപോലെ വൈജി ആന്റീനെ പൊന്നുപോലെ നോക്കിക്കോളും. അല്ലെങ്കിലും നീ ഇയാൾക്കും ആ അലീനയ്ക്ക് സപ്പോർട്ടാണല്ലോ. ഞങ്ങളുടെ പെങ്ങളെ കൊണ്ടുപോകാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ലല്ലേ? ഇല്ല, അതെന്തായാലും ഇല്ല. ബാലചന്ദ്രൻ അങ്കിൾ പറഞ്ഞത് തന്നെയാ ശരി. നിങ്ങൾ ആദ്യം വീട്ടിലേക്ക് പോകാൻ നോക്ക്. അങ്ങനെ ഡിസ്ചാർജ് ഒക്കെ മേടിച്ച് ആംബുലൻസിലാണ് കേട്ടോ വൈദ്യനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റി ഓക്സിജനൊക്കെ മാറ്റിയെന്നുള്ളൂ കേട്ടോ. എങ്കിലും വൈജയ്ക്ക് നല്ല ആ ഒരു ബോധമൊന്നും വന്നിട്ടില്ല. ഒരു സബ് കോൺഷ്യസ് മൈൻഡിലാണെന്നൊക്കെ പറയാം കേട്ടോ. ആ ഒരു രീതിയിലാണ് ഇപ്പോഴും വൈജി ഉള്ളത്. അങ്ങനെ വൈജി ആണെങ്കിൽ അവിടെ ആ സ്ട്രക്ചറിൽ തന്നെ കിടത്തിയാണ് റൂമിലേക്ക് കൊണ്ടുവരുന്നത്. പണ്ട് മുത്തശ്ശിയെ കിടത്തിയിരുന്ന അതേ കട്ടിൽ തന്നെ എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ട് വൈജയനെ കൊണ്ടുവന്ന് കിടത്തുന്നുണ്ട് കേട്ടോ. കഴുത്തിലെ ബാൻഡേജ് ഒന്നും എടുത്തിട്ടൊന്നുമില്ല. ഇപ്പോഴും ടോയ്ലറ്റിലൊക്കെ നമ്മൾ അല്ലാതെ എടുക്കുകയൊക്കെ കേട്ടോ ചെയ്യേണ്ടത്. അപ്പം അലീന ബാലനോട് പറയുന്നുണ്ട്, എല്ലാം ഞാൻ ചെയ്തോളാം അച്ഛാ, അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ബാലനൻ പറയാണ്, മോളെ എന്തൊക്കെയാണേലും ഇതൊരു കിടപ്പ് രോഗിയാ, നോക്കണമെങ്കിലേ കുറച്ച് കഷ്ടപ്പാടാ. അത് മോളെ ഒരു ഹോം നേഴ്സിനെ കൂടി. അച്ഛ എന്താ അച്ഛാ പറഞ്ഞത്? എൻ്റെ അമ്മേനെ എനിക്ക് നോക്കാൻ കിട്ടിയ വലിയൊരു അവസരമല്ലേ ഇത്? അതെനിക്ക് വേണം. എൻ്റെ അമ്മേനെ ഞാൻ നോക്കും പൊന്നുപോലെ എന്ന് പറയാണ്. ഇതിനുവേണ്ടി 6 മാസത്തെ കോഴ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തതാ. ഞാൻ എക്സ്പീരിയൻസ്ഡുമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മയെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം അച്ഛാ. പിന്നെ അമ്മയ്ക്ക് ഇപ്പം എന്തായാലും നല്ല ബോധമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുമ്പം അമ്മ എന്നെ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും വരില്ലച്ചാ. അങ്ങനെ ബബിതയും അതുപോലെ തന്നെ രോഹിത്തും കൃഷ്ണയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ബാലേന്ദ്രൻ പറയുന്നുണ്ട്, പിന്നെ മൂവരോടും കൂടി ഒരു കാര്യം ഞാൻ പറയാം. അലീന എൻ്റെ മകളാ, അതായത് നിങ്ങളുടെയൊക്കെ ചേച്ചി. അങ്ങനെയുള്ളപ്പോ അവളെ നോക്കാനേ ഇവക്ക് അവകാശമുണ്ട്. ഇവളുടെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ നോക്കിക്കോളും. ആരും അലീനെ ഭരിപ്പിക്കാനോ പേടിപ്പിക്കാനോ അവളെ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കണ്ട. പിന്നെ കൊല്ലപ്പള്ളി ആരെങ്കിലും വന്ന് ഇവിടെ അവകാശം കാണിക്കാൻ ശ്രമിച്ചാലേ അന്ന് കിട്ടിയതുപോലെ ആയിരിക്കില്ല. എല്ലാത്തിനെയും കാല് തല്ലി ഒടിച്ചിട്ടായിരിക്കും ഞാൻ ഇവിടുന്ന് വിടാൻ പോണത്. ബബിലിയോടും രോഹിത്തോടും ഞാൻ പ്രത്യേകം പറയാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. ഇവിടുന്ന് എന്നോട് പിണങ്ങിപ്പോയി കൊല്ലപ്പള്ളി നിന്നുള്ള സംഭവമൊക്കെ നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ അമ്മയുടെ അവസ്ഥ അതിൽ മോശമാകും. അവർ കൊണ്ടുപോക്കാളെന്നൊക്കെ പറയാൻ വാശി പിടിച്ചതാ. പക്ഷേ അവിടെ കൊണ്ടായാലേ ഇവക്ക് ശരിക്കുള്ള ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ലെന്ന് എനിക്കറിയാം. ഇവിടെ തന്നെയാ അവക്ക് സേഫ്. എന്തൊക്കെയാണേലും സ്വന്തം വീട് തന്നെയാ. ഇവിടെ എന്തൊക്കെ ഇറങ്ങി പറഞ്ഞു പോയാലുവേ ഇതാ അവളുടെ സ്വന്തം വീട്. അലീന അവളെ പൊന്നുപോലെ നോക്കുന്നേ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ മനു ആണെങ്കിലും അലീനയോട് ഞാനെന്നാല് ഇന്ന് എറണാകുളത്തേക്ക് പോവാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അലീനെ വിളിച്ചാൽ മതി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.
അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നെല്ലാം അവിടെ എടുത്തു വെക്കുന്നുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് അടുക്കളയിലൊക്കെ ആയിട്ട് കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കാണ്, മോളെ പിന്നീട് ഇവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, എന്തെങ്കിലും പറയോ, എന്തെങ്കിലും ചെയ്തോ? ഇല്ലച്ചാ, അതീ പിന്നെ ആരും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ബബിതേച്ചിയും രോഹിത് ചേട്ടനും കൂടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നല്ലോ. അവർക്കും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കി. പക്ഷേ അലിന ചേച്ചി അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ കൊല്ലപ്പള്ളി പോയാൽ അധിക ദിവസം നിൽക്കാൻ പറ്റില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല. ദേ പിന്നെ മോളെ, അലിനയ്ക്ക് വേണ്ടിയ എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. അവളെ ഇവിടുത്തെ വേലക്കാരിയല്ല, മോക്കറിയാലോ. ഈ വീട്ടിലെ സർവ്വ പണിയും അതിനെ കൂടെ ഒറ്റയ്ക്ക് ചെയ്യിക്കരുത്. അടുക്കളയിലും ഈ വീടൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ മോളെ ഹെൽപ്പ് ചെയ്യണം. ബബിതയും കൂട്ടിക്കോ, ചെയ്തില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവൾക്ക് ഇനിയിപ്പോൾ അമ്മയും നോട്ടം തന്നെ വലിയൊരു പണിയാ. ഒരു കിടപ്പ് രോഗിയല്ലേ, അപ്പം അതിനനുസരിച്ചുള്ള ജോലി കാണും. മോള് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അതൊന്നും സാഹചര്യച്ചാ, സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്തും അതിന് മുമ്പൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. ചേച്ചിയോട് ഞാൻ പറയാം. ചേച്ചി എത്രത്തോളം അനുസരിക്കുമെന്ന് എനിക്കറിയില്ല. അച്ഛനൊന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ നോക്കിക്കോളാടാ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എനിക്ക് കടയിൽ അത്യാവശ്യമായിട്ടൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കടയിലേക്ക് പോവാണ്. തൻ്റെ അമ്മയെ തനിക്ക് കിട്ടിയ വലിയ സന്തോഷത്തിലാണ് കേട്ടോ അലീന. അങ്ങനെ വന്നതിന് ശേഷം അവരുടെ ഗുളികകളെല്ലാം എഴുതി അവിടെ അടുക്കിയൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ മുറിയുടെ ജനലും കഥകൊക്കെ തുറന്നിടുകയാണ്. ഇതെന്തിനാ അലീന ചേച്ചി ഇതൊക്കെ തുറന്നിടുന്നേ? മോളെ, ഇത്രയും ദിവസം ആ ഹോസ്പിറ്റലിലെ മണമൊക്കെ അടിച്ച് ശ്വാസം മുട്ടി കിടന്നല്ലേ ഒരു പേഷ്യന്റിനെ എപ്പോഴും ആവശ്യമേ നല്ല പ്യുവറായിട്ടുള്ള ഓക്സിജനാ. ഇതിപ്പോൾ അമ്മയുടെ സ്വന്തം വീടല്ലേ, അപ്പോൾ ആ ഒരു കാറ്റും വെളിച്ചമൊക്കെ അമ്മയ്ക്ക് നല്ല പോസിറ്റീവ് എനർജി കൊടുക്കും. ചേച്ചി ഇതൊക്കെ തന്നിട്ട് പഠിച്ചതല്ലേ, പിന്നല്ലാതെ ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന കാര്യമല്ലേ മോളെ. ഞാനേ എന്തായാലും അമ്മേനെ ഒന്ന് തുടച്ചെടുക്കുകയൊക്കെ ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടെ അമ്മയുടെ കൈയും കാലും ഒക്കെ തുടക്കുകയും മുഖമൊക്കെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അടുക്കളയിൽ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം വൈജയ്ക്കുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് അവൾ വരുന്നുണ്ട് കേട്ടോ. എന്നാൽ ആ കഞ്ഞി അങ്ങനെ നന്നായിട്ടൊന്നും കുടിക്കില്ലെങ്കിലും അരച്ച് കുറച്ചൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. വൈജയ്ക്ക് നല്ലൊരു ബോധമൊന്നുമില്ല, ഭക്ഷണം കഴിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ആ ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും ബാലേന്ദ്രൻ വരുന്നുണ്ട്. ബാലൻ വന്നിട്ട് നല്ല വിശപ്പായിരിക്കും. ആ സമയത്ത് ബബിതയും കൃഷ്ണയൊക്കെ സ്കൂളിലേക്ക് പോയിട്ടോ. ആ സമയം അലീന വന്നിട്ട് അവന് ഫുഡൊക്കെ വിളമ്പിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് ദിവസമായി നന്നായിട്ട് വയറ് നിറച്ച് ഒന്ന് ആഹാരം കഴിച്ചിട്ട്. എന്തൊക്കെയാണെങ്കിലും അവളെൻ്റെ ഭാര്യയല്ലേ, ഒരുപാട് ഞാൻ സ്നേഹിച്ചിരുന്നു. അവൾ ആ കിടപ്പ് കിടക്കുന്ന കാണുമ്പം എനിക്ക് വയറ് നിറയുന്നുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു. ഇന്നെന്തായാലും അവൾ തിരിച്ചിങ്ങ് എത്തിയല്ലോ, അവൾ ജീവനോടെ തിരിച്ചുണ്ടല്ലോ, ഇനിയിപ്പോൾ വയറ് നിറച്ച് എനിക്ക് ആഹാരം കഴിക്കണം എന്ന് പറയാണ്. അങ്ങനെ അലീന ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പം എന്തൊക്കെയാണെങ്കിലും മോളുണ്ടാക്കുന്നതിന് നല്ല സ്വാദാ. അങ്ങനെ വയറ് നിറച്ച് ബാലേന്ദ്രൻ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. മോൾ ആഹാരം കഴിച്ചോ? ഞാൻ കഴിച്ചാ. അമ്മയ്ക്ക് കൊടുത്തോ? അമ്മയ്ക്കും കൊടുത്തു. കഞ്ഞിയാ, പിന്നെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാം, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞൊക്കെ മോൾ കേട്ടതാണല്ലോ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാകാൻ പാടില്ല. ഇത്രയും മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ, ഞാൻ ശ്രമിക്കുന്നുണ്ടച്ചാ. പക്ഷേ അമ്മയുടെ ആ ഒരു മൈൻഡ് മാറുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അമ്മ തിരിച്ച് മുഖത്തേക്കൊക്കെ തുപ്പുന്നുണ്ട്. അയ്യോ ആണോ മോളെ? സാരല്ലച്ചാ, അതിപ്പം അമ്മയ്ക്ക് അത്രയ്ക്ക് ബോധമില്ലല്ലോ, അതുകൊണ്ടല്ലേ. ഇത്രയുള്ള പേഷ്യൻസൊക്കെ ഒരുപാടുണ്ട്. അവർക്കറിയില്ലല്ലോ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ആഹാരം കൊടുക്കുന്നതെന്നൊന്നും. അവരതുകൊണ്ട് അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യും, അതിന് സാരമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അലീനയാണെങ്കിൽ നന്നായിട്ട് തന്നെ അവളെ ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ. അവളിങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ പെരുമാറുമ്പോഴൊക്കെയും അലീന അതൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അമ്മേനെ ഇങ്ങനെ പൊന്നുപോലെ നോക്കുന്നതൊക്കെ ബാലേന്ദ്രൻ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ എന്നിട്ട് കണ്ണുനീർ ഇങ്ങനെ തുടച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. മതിലിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും പറ്റിയൊരവസ്ഥയിൽ ബാലേന്ദ്രൻ നിൽക്കുകയാണ്. ഈ സമയം കൊല്ലപ്പള്ളിയിൽ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവൻ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും അവൻ കാണിച്ചത് വലിയ അഹങ്കാരമായിപ്പോയി. അവള് നമ്മുടെ സഹോദരിയല്ലേ, എവിടെ നിർത്തണം തീരുമാനിക്കുന്നത് നമ്മളല്ലേ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതങ്ങനെ. അപ്പോഴേക്കും ഏട്ടൻ്റെ മോൻ വന്നില്ലേ, അവന് സപ്പോർട്ടുമായിട്ട് മനു. അവൻ പറഞ്ഞാൽ പിന്നെ ബാലേന്ദ്രന് അതാ വേദവാക്യം. അവൻ അതല്ലേ കേൾക്കുള്ളൂ. അവളെ ഇപ്പം നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല. കമല ചോദിക്കാണ്, അല്ല അവിടെ കൊണ്ടിട്ട് ആര് നോക്കും? അലീന ഉണ്ടല്ലോ, അവൾ നോക്കുന്നാ പറഞ്ഞത്. എൻ്റെ പൊന്നേട്ടാ, ആർക്കറിയാം അവളിനി വല്ല വിഷമം കലക്കി കൊടുക്കുമെന്ന് ആർക്കറിയാം. അങ്ങനെയാണെങ്കിലേ പിന്നെ അവൾക്ക് അവിടുത്തെ രാജകുമാരി ആകാലോ, അയാളുടെ കൂടെ ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് വേണമെങ്കിൽ വൈകിയല്ലേ ഇപ്പം അവൾക്ക് ബാധ്യത, അങ്ങനെ വേണമെങ്കിലും ചെയ്യും. എനിക്കറിഞ്ഞൂടാ,
ഞാനേ കുറേ തവണ പറഞ്ഞു നോക്കി, പക്ഷേ ഭർത്താവാണെന്നുള്ള അവകാശം അവനാണല്ലോ, അതുകൊണ്ട് തന്നെ അവളെ വിട്ടുതരില്ല, അവൻ അവിടെ തന്നെ താമസിക്കും, അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെയാ കൊണ്ടുപോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വീൽ ചെയറിലേക്ക് മുത്തശ്ശീനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എടാ ശിവ, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം. ഹോസ്പിറ്റലിൽ പോയിട്ടും എനിക്കൊന്ന് കാണാൻ പറ്റിയിട്ടില്ല. അന്ന് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പോയതാ, എന്നിട്ടൊന്ന് കാണാൻ സാധിച്ചില്ല. പിന്നെ ഇത്രയും നാളായി ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടിട്ട് ഒന്ന് എനിക്ക് കാണണം. ചങ്ക് പൊട്ടി ഞാൻ കിടക്കല്ലേ. നടക്കാൻ പറ്റുമെന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ മോളുടെ അരികിലേക്ക് പോയനെ. എന്നെ ഒന്ന് കൊണ്ടുപോടാ എന്ന് പറയാണ്. അതിനെന്താമ്മേ, ഞങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ശിവനും രാജീവനും കൂടി കൊണ്ടുപോകാൻ ഇറങ്ങാണ്. ഈ സമയത്ത് കമല ചോദിക്കുന്നുണ്ട്, അന്ന് കിട്ടിയെന്ന് പോരെ, ഇനി രണ്ടുപേരും കൂടി പോയി അടി പിടിക്കാൻ നിൽക്കുകയാണോ? അവൻ അടിച്ചാലേ ഇനി ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ നിന്ന് കൊള്ളേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് ശിവൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവനും രാജീവനും കൂടി അമ്മേനെ കാറിലാക്കി നേരെ നെടുമ്പ്രേക്കിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഈ ഒരു സമയത്ത് അലീന അവിടെ നമ്മുടെ വൈജിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. വീൽ ചെയറിൽ ഉന്തിക്കൊണ്ട് നമ്മുടെ മുത്തശ്ശിനെയും കൊണ്ട് അവർ അകത്തേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ കൃഷ്ണമോളും ബബിത രോഹിത്തും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഹാളിലിരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. ഈ സമയത്താണ് അവരിങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശിവൻ ചോദിക്കുന്നുണ്ട്, അല്ല വൈജ എവിടെയാണ് കിടത്തിരിക്കുന്നത്? അത് പിന്നെ മുത്തശ്ശിയെന്ന് കിടത്തിയിരുന്ന അതേ മുറിയിലേക്ക് കിടത്തിയേക്കുന്നത് എന്ന് കൃഷ്ണ പറയാണ്. മുത്തശ്ശിനെ ഉന്തിക്കൊണ്ട് അവരകത്തേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്ന കാഴ്ച വൈജി ഇങ്ങനെ അവളുടെ മുഖത്തേക്ക് അവൾ കൊടുക്കുന്ന കഞ്ഞിയും അതൊക്കെ ഇങ്ങനെ തുപ്പുകയാണ് കേട്ടോ. അതെല്ലാം തന്നെ ഒരു മടിയും കൂടാതെ അലീന തൂത്ത് കളഞ്ഞിട്ട് അമ്മേ ഇത് കഴിക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ കഴിപ്പിക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുമ്പോഴേക്കും മുത്തശ്ശിക്ക് ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നുന്നുണ്ട്. ശിവനും രാജീവും ചോദിക്കുകയാണ്, എന്താടി നീ എന്താ വിഷമാണോ അവൾക്ക് കലക്കി കൊടുക്കുന്നത്? അപ്പോഴേക്കും അലീന പറയാണ്, എങ്കിലേ നിങ്ങളത് കഴിച്ചു നോക്ക്, വിഷമുണ്ടോ ഇല്ലയോ എന്ന് അപ്പം അറിയാലോ. അഹങ്കാരി തർക്കുത്തരം പറയുന്നോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? പെങ്ങളെ കാണാൻ വന്നാണെങ്കിൽ കണ്ടിട്ട് പോയിക്കോണം, അല്ലാതെ കൂടുതൽ എന്നെ ഭരിപ്പിക്കാൻ വരണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, പേഷ്യൻ്റെ നോക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല വണ്ണം അറിയാം എന്നും പറഞ്ഞിട്ട് അവൾ ആ കഞ്ഞിയും കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് വൈജി എഴുന്നേറ്റ് ഇവരെയൊക്കെ മുഖത്തേക്ക് തുപ്പുകയാണ് കേട്ടോ. ഇവരപ്പോഴേക്കും അതെല്ലാം തുടയ്ക്കുന്നുണ്ട്. മോളെ വൈജി, മോളെ എന്തായി കാണിക്കുന്നേ? അമ്മയുടെ പൊന്നു മോളെ, മോക്ക് അമ്മേനെ മനസ്സിലായില്ലേ മോളെ എന്നൊക്കെ ചോദിക്കാണ്. ശിവൻ പറയുന്നുണ്ട്, അമ്മേ അവക്കങ്ങനെ നല്ല ഓർമ്മയൊന്നുമില്ല, പതിയെ പതിയെ മാറി വരുന്ന ഡോക്ടർ പറഞ്ഞത്. ഇത്രയും ദിവസം കോമയിൽ കിടന്നതല്ലേ, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അവക്ക് കാണും, അതുകൊണ്ടായിരിക്കും. അമ്മ വിഷമിക്കാതെ, അവക്ക് ഒരു കുഴപ്പം സംഭവിക്കില്ല. എങ്കിലും ഈ കിടപ്പ് കാണേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന അവക്ക് തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് വരികയാണ്. അങ്ങനെ മുഖമൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവളെ മൈൻഡ് പോലും ചെയ്യാതെ അവൾ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. രാജീവനും ശിവനും ഇവളെ കാണുമ്പം കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അകത്തേക്ക് പോയിട്ട് അവൾ കൃഷ്ണമോളെ വിളിക്കുകയാണ്. അവളുണ്ടാക്കിയ ജ്യൂസ് ഇവരുടെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട്. കൃഷ്ണ കൊണ്ടുപോയിട്ട് അവർക്ക് ആ ജ്യൂസൊക്കെ കൊടുക്കുകയാണ്. രാജീവൻ ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോളെ, അല്ല അവൾ എങ്ങനെയുണ്ട്? നിന്റെ അമ്മയെ നോക്കുന്നുണ്ടോ? പൊന്നു പോലെയാ അല്ല ചേച്ചി നോക്കുന്നത്. അല്ലേലും നിന്നോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നിനക്ക് അലീന എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണല്ലോ. ബബിത മോളെ എന്ന് വിളിക്കാണ്. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അല്ല മോളെ, ആ അലീന എങ്ങനുണ്ട്? നിങ്ങളുടെ അമ്മേനെ അവർ നോക്കുന്നുണ്ടോ? ഇവള് പറഞ്ഞ് നോക്കുന്നുണ്ടെന്ന്. അത് പിന്നെ നോട്ടക്കുറവൊന്നുമില്ല, ആ പെണ്ണ് ഇതൊക്കെ പഠിച്ചിട്ട് വന്നതല്ലേ, അതുകൊണ്ട് അമ്മേനെ രണ്ടു നേരം മേലൊക്കെ തുടപ്പിക്കുകയും അതുപോലെ തന്നെ എന്തോ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ കഞ്ഞി, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാം മരുന്നെല്ലാം കൃത്യസമയത്തിന് കൊടുക്കുന്നുണ്ട്. റൂമും ബാക്കിയെല്ലാം എപ്പോഴും ക്ലീനാക്കി വെക്കുന്നുണ്ട് എന്ന് പറയാണ്. ശിവൻ പറയാണ്, എന്താ നിനക്കൊരു മനമാറ്റം? അയ്യോ, മനമാറ്റമൊന്നുമല്ലെങ്കിലേ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. അവളെനിക്ക് കണ്ണിന് കണ്ടുകൂടാ, പക്ഷേ അമ്മേനെ നോക്കുന്ന കാര്യത്തിലേ അവൾ പക്കാ പെർഫെക്റ്റാ. മുത്തശ്ശി പറയാണ്, അല്ലേലും അലിനെ നന്നായിട്ട് നോക്കും. എനിക്കും അനുഭവം ഉണ്ടല്ലോ, നമ്മളെ ഒരു രോഗീനെ കൃത്യമായി ശുശ്രൂഷിക്കാനൊക്കെ അവൾക്ക് നല്ല എക്സ്പീരിയൻസാ. അതിലൂടെയാണല്ലോ അവൾ എല്ലാവരെയും മുതലെടുക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ രാജീവനും ശിവനും എന്നാൽ ഞങ്ങൾ പോവാണെന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിയുടെ ഫോണ് അവിടെ വെച്ച് മറന്നു വെച്ചിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മുടെ വൈജി ആണെങ്കിൽ ആ ഒരേ കിടപ്പിനെ കിടക്കുകയാണല്ലോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പ്രകാരമുള്ള ഫിസിയോതെറാപ്പിയുടെ ആ ഒരു എക്സസൈസ് ഒക്കെ അലീന ഇങ്ങനെ വൈജിക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്.
വൈജ നല്ല ഉറക്കമായിരിക്കും. ഈ ഒരു സമയത്ത് ആ കാർ ആക്സിഡന്റ് ആവുന്ന ആ ഒരു സീന് അവൾ സ്വപ്നം കണ്ട് ഞെട്ടി അലറി വിളിച്ച് എണീക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അലീനയും ബബിതയും രോഹിത്തും അതുപോലെ തന്നെ കൃഷ്ണമോളൊക്കെ ഓടി വരുന്നുണ്ട്. അമ്മേ അമ്മേ എന്താ പറ്റിയമ്മേ എന്നൊക്കെ ചോദിക്കുകയാണ്. കാറ് വണ്ടി ഇടിച്ചു മറിഞ്ഞു എന്നൊക്കെ പറയുമ്പം അമ്മേ വിഷമിക്കണ്ട, അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഞങ്ങളെ മക്കളെല്ലാം അമ്മയുടെ അടുത്തുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ബബിത കൃഷ്ണ എന്നൊക്കെ വിളിച്ച് പറയാൻ കേട്ടോ, അലീന എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മാത്രം ഇങ്ങനെ പറയാൻ കേട്ടോ, രോഹിത്തെ എന്നൊക്കെ വിളിക്കുകയാണ്. അമ്മേ ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, അമ്മയുടെ അരികിൽ തന്നെ ഉണ്ട്, അമ്മ പേടിക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. പക്ഷെങ്കിൽ ആ ഒരു എന്നുവെച്ചാൽ ഒരു കോൺഷ്യസ് മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് ഡ്രോപ്പായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും മയക്കത്തിലേക്ക് പോവാണ്. അലീന പറയുന്നുണ്ട്, ചെറുതായിട്ട് ബോധമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്, അതിൻ്റെ സിംറ്റംസാ ഈ കാണിക്കുന്നതൊക്കെ, നിങ്ങൾ പേടിക്കണ്ട, പതിയെ റിക്കവർ ആവുള്ളൂ, മരുന്നൊക്കെ ഞാൻ കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്, എല്ലാം നോർമൽ ആയിക്കോളും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയാണ്. രോഹിത്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ വിഷമത്തിനെല്ലാം കാരണം നീ ഒറ്റയിരുത്തിയ സന്തോഷത്തോടെ കഴിഞ്ഞു പോയിരുന്ന ഞങ്ങളുടെ കുടുംബമാ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി വന്ന് ആകെപ്പാടെ നാശമാക്കി കുളം തോണ്ടി നീ ഒറ്റ ഒരുത്തിയാടി എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് കേട്ടോ. ബബിതയും തിരിഞ്ഞ് കയറിപ്പോവാണ്. കൃഷ്ണ പറയുന്നുണ്ട്, അവര് പറഞ്ഞൊന്നും ചേച്ചി കാര്യമാക്കണ്ട, അതുങ്ങൾ എപ്പോഴും അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയാറ് എന്ന് പറയാണ്. അപ്പോഴേക്കും അലിന്റെ ഫോൺ എടുത്ത്, അയ്യോ ഇത് മുത്തശ്ശിയുടെ ഫോണാണല്ലോ, മുത്തശ്ശി മറന്നു വെച്ചിട്ട് പോയതായിരിക്കും, നീയെ രോഹിത്തിനെല്ലാം കൊണ്ടു കൊടുക്കാൻ പറ എന്ന് പറയുന്നുണ്ട്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ ആ ഫോൺ കൊണ്ടുപോയിട്ട് രോഹിത്തിനെ കൊടുക്കാണ്. ഇത് മുത്തശ്ശിയുടെ ഫോണാ, മുത്തശ്ശി മറന്നു വെച്ചിട്ട് പോയതായിരിക്കും, ഏട്ടൻ ഇത് കൊല്ലപ്പള്ളിക്ക് കൊണ്ട് കൊടുക്കുവോ? ഞാൻ വൈകുന്നേരം പോകുന്നുണ്ട്, അപ്പോൾ കൊടുത്തോളാം, നീ അങ്ങോട്ടേക്ക് വെച്ചേക്ക് എന്നും പറഞ്ഞിട്ട് പറയാണ്. കൃഷ്ണമോൾ ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ മുത്തശ്ശിയുടെ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. മുത്തശ്ശിക്ക് എന്തിനാ ഇത്ര നല്ല സ്മാർട്ട് ഫോണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ആ ഫോണൊക്കെ ചുമ്മാ ചെക്ക് ചെയ്യായിരിക്കും. അപ്പോഴേക്കും വാട്സപ്പ് കാണുന്നുണ്ട്. മുത്തശ്ശിക്ക് വാട്സപ്പ് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കുകയാണ്. അപ്പോഴാണ് രേവതിക്കുട്ടിയുമായിട്ടുള്ള അലീനയുടെ ചാറ്റിംഗ് ഒക്കെ ഇവൻ കാണുന്നട്ടോ. അന്ന് രോഹിത്തും ഹരിയും കൂടി അവളെ റേപ്പ് ചെയ്യാൻ പോയ കാര്യവും മയക്കുമരുന്ന് കുടിപ്പിച്ചതും അങ്ങനെ സർവ്വ കാര്യങ്ങളും അതിൽ റെക്കോർഡായിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ ഒരു സംഭവം ഇങ്ങനെ അച്ഛൻ്റെ ഫോണിലേക്ക്, അതായത് ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് ഈ ഫോണിൽ നിന്നും സെൻഡ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്, കുറേ വോയിസ് ക്ലിപ്പ് കേട്ടോ. അപ്പോൾ ഇവൻ ഓർക്കാണ്, മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അച്ഛൻ്റെ ഫോണിലേക്ക് എന്ത് വോയിസ് ക്ലിപ്പാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവൻ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെ ഈ ഒരു റേപ്പ് കേസൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ രേവതിക്കുട്ടിയും ഇവളെ നമ്മൾ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ, ഒരു 10-15 മിനിറ്റുള്ള ഒരു കോൺവെർസേഷൻ കൂടി അതിനകത്തുണ്ട്. അവൻ അങ്ങനെ അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുകയാണ് കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്, അല്ലേ ചേച്ചി അമ്മ എങ്ങനെയുണ്ട്, ചേച്ചിയോട് നല്ല രീതിക്കാണ് പെരുമാറാറ്? ആണോന്ന്, എന്നെ കടിച്ചു കയറി കൊല്ലാൻ വരുക, ഞാനെങ്ങാണം അമ്മയുടെ സ്വന്തം മോളെന്ന് അറിഞ്ഞാലേ ഉറപ്പായിട്ടും അമ്മേനെ കൊന്നു കളയായിരിക്കും. അങ്ങനൊന്നും ഇല്ലേ ചേച്ചി, ആ അമ്മയ്ക്ക് ചേച്ചി ഇപ്പോഴും ജീവനുണ്ടെന്ന് അറിയില്ലെങ്കിലോ? എങ്ങനെ അറിയാതിരിക്കാനാ മോളെ, എന്നെ പ്രസവിച്ചുടനെ അമ്മ ഉപേക്ഷിച്ചതല്ലേ, അപ്പം അറിയാതിരിക്കുമല്ലോ ഞാൻ എവിടെയെങ്കിലും ജീവനുണ്ടെന്ന്, എന്ത് പറയാനാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ രോഹിത്തിന് ആകെപ്പാടെ കൺഫ്യൂഷൻ കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ മോളാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഇവന് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ തോന്നുകയാണ്. അപ്പം രേവതി നടന്ന സംഭവങ്ങളെല്ലാം പരസ്പരം പറയാൻ കേട്ടോ. പണ്ട് ഇതുപോലെ ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ആ സ്നേഹനികേതത്തിലേക്ക് അലീനനെ കൊണ്ടുവന്നാക്കുന്നതും അതുപോലെ ബ്രിജിത്താമ്മ സ്വീകരിക്കുന്നതും അലീന എന്ന പേര് നൽകുന്നതും അതുപോലെ അവിടെയുള്ള കാലം മുഴുവനും ഒരു അനാഥയെ പോലെ വളരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന ഇങ്ങനെ രേവതിക്കുട്ടിയും പരസ്പരം ആ ഒരു ഓർമ്മകളൊക്കെ അയവിറക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ രേവതിക്കുട്ടി ഒരു വീട്ടിലേക്ക് നിന്ന് കയറിയെന്നും അവൾ സ്വസ്ഥമായി അവിടെ സേഫായെന്നും, പക്ഷേ അലീനയുടെ വീട്ടിലേക്ക് വന്ന് കയറിയ പിന്നെ ഇവിടെ മറ്റാരും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, എൻ്റെ അമ്മ പോലും എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രേവതിക്കുട്ടിയും അലീന നമ്മൾ സംസാരിച്ചതെല്ലാം തന്നെ ഇവൻ കേൾക്കുകയാണ്. ഇവൻ ആകെപ്പാടെ ഷോക്കായി പോകുന്നുണ്ട്. കാരണം ഇത്രയും ദിവസം അച്ഛൻ്റെ മകളാണെന്ന് കരുതിയാണല്ലോ ഇവരെല്ലാവരും അവളോട് ഇങ്ങനെ പോര് കുത്തിയത്. പക്ഷെങ്കിൽ തിരിച്ചു പറയുന്നു അമ്മയുടെ മകളാണെന്നുള്ള കാര്യം. ആഗ്രയിൽ വെച്ച് അമ്മയ്ക്കുണ്ടായ ഒരു തെറ്റിൽ സംഭവിച്ച ഒരു കുട്ടിയാണ് അലീന എന്നുള്ള സംഭവമൊക്കെ രോഹിത് മനസ്സിലാക്കുകയാണ്. വെപ്രാളം പിടിച്ചുകൊണ്ട് ബാക്കി എല്ലാ വോയിസ് ക്ലിപ്പുകളും രോഹിത് കേട്ടു നോക്കുന്നുണ്ട്. ശരിയാണ്, രേവതിക്കുട്ടി ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പരസ്പരം സംസാരിക്കുന്നുണ്ട്.
എങ്ങനെയെങ്കിലും എൻ്റെ അമ്മ ഈ വിവരം അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കങ്ങനെ ഒരാഗ്രഹമില്ല. കാരണം അമ്മയും അച്ഛനും രോഹിത്തും ഭവിതയും കൃഷ്ണമോളും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ കഴിയാണ്. അതിനിടയ്ക്ക് ഒരിക്കലും ഞാൻ ആരാണെന്ന സത്യം ആരും അറിയാൻ പാടില്ല. ഇവിടെ ഒരു ഹോം നേഴ്സിനെ പോലെ തന്നെ ഞാൻ ജീവിക്കാൻ പോവാ. ഇവിടെ കഴിയുമ്പം അടുത്തൊരു വീട്ടിലേക്ക് അങ്ങനെ പണം സമ്പാദിക്കണം, എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കണം, നമ്മുടെ പാവപ്പെട്ട അനാഥരായ കുട്ടികളെ നോക്കണം. അതൊക്കെയുള്ളൂ എൻ്റെ ആഗ്രഹം. ബ്രിജിത്താമ്മയെ പോലെ എൻ്റെ ജീവിതം മാറ്റിവെക്കണം എന്നൊക്കെ ഇങ്ങനെ അലീന ഇങ്ങനെ പറഞ്ഞ കാര്യമെല്ലാം തന്നെ അവൻ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ആകെപ്പാടെ തല ഉയർത്തി നിൽക്കുകയാണ് കേട്ടോ അവൻ. അലീന അമ്മ പിഴച്ചു പ്രസവിച്ച മകളാണെന്ന സത്യം അച്ഛൻ അറിഞ്ഞിട്ടുണ്ട്. അന്ന് മുതലാണ് അച്ഛൻ ആ മാറ്റമൊക്കെ ഉണ്ടായത്. അച്ഛൻ ആരോടും പറയാതെ ആഗ്രയ്ക്ക് പോയതും അച്ഛൻ അറ്റാക്ക് സംഭവിച്ച ഹോസ്പിറ്റലായതും എല്ലാം ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതിൻ്റെ പിന്നിലായിരിക്കും. അമ്മ ഇത്രയും കാലം അച്ഛനെ ചതിക്കുകയായിരുന്നല്ലേ. അമ്മ ഇതൊന്നും ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ. അതിൻ്റെ പേരിലാണ് പാവൻ്റെ അച്ഛൻ ഇത്രയും കാലം ഈ ടെൻഷൻ മുഴുവൻ അടിച്ചത്. സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അലീന സ്വന്തം മകളാണെന്ന് അച്ഛൻ എല്ലാവരോടും കള്ളം പറഞ്ഞതായിരിക്കും. പാവം എൻ്റെ അച്ഛൻ എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്തവനെ പോലെ ഒരു പൊട്ടനെ പോലെ നടക്കുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ച് രോഹിത് ഒത്തിരി കരയുന്നുണ്ട് കേട്ടോ. അപ്പം അലീന തൻ്റെ സ്വന്തം ചേച്ചി തന്നെയല്ലേ എന്നൊക്കെ ഓർക്കുകയാണ്. അച്ഛനുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അവൻ ഓർക്കുന്നുണ്ട് കേട്ടോ. സ്വന്തം ഭാര്യയ്ക്ക് താൻ അറിയാതെ വിവാഹത്തിന് മുമ്പ് മറ്റൊരു കുട്ടി ഉണ്ടാകുമെന്ന് അറിയുന്ന ഒരു ഭർത്താവിൻ്റെ ആ ഒരു മനോവിഷമമൊക്കെ രോഹിത് ഇങ്ങനെ വല്ലാണ്ട് ആലോചിക്കുകയാണ്. പാവൻ്റെ അച്ഛൻ എന്തുമാത്രം ബുദ്ധിമുട്ടി കാണും. അമ്മ ഇങ്ങനൊരു ചതി ചെയ്യുന്ന അച്ഛൻ ഒരിക്കലും കരുതി കാണില്ല. 10-24 വർഷം കൂടെ ജീവിച്ചിട്ട് അമ്മ ഇതുപോലെ തെറ്റിയത് കാണുമെന്ന് അച്ഛൻ ഒരിക്കലും കരുതി കാണില്ല. അച്ഛൻ്റെ മനസ്സിന് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും എന്നൊക്കെ ഓർത്തുകൊണ്ട് അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബബിത കയറിയാണ്. എന്താടാ, എന്താ നീ ഇവിടെ ഇരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഇത് മുത്തശ്ശിയുടെ ഫോണല്ലേ? അതെ, മുത്തശ്ശിയുടെ ഫോണാ. മറന്നു വെച്ചിട്ട് പോയതാ. ഞാനിത് കൊല്ലപ്പള്ളിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം എന്ന് പറയാൻ കേട്ടോ. അപ്പം ഈ ഒരു രഹസ്യങ്ങൾ കൊല്ലപ്പള്ളിയിലെ മറ്റാരും, അതുപോലെ തന്നെ മുത്തശ്ശിയോ അമ്മയോ ബബിതയോ ആരും അറിയണ്ടെന്ന് കരുതിയിട്ട് അവൻ ആ വോയിസ് ക്ലിപ്പും ബാക്കിയെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാൻ കേട്ടോ. വാട്സപ്പ് തന്നെ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും കൃഷ്ണമോൾക്കും ഈ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും. അതിനായിരിക്കും അച്ഛനെന്ന് അവളെയും കൊണ്ട് ഇവിടെ പോയപ്പോൾ കൃഷ്ണമോളെ കൊണ്ടുപോയത്. കൃഷ്ണ അതുകൊണ്ടായിരിക്കും അലീനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ മനുവേട്ടനും ഈ സത്യങ്ങളെല്ലാം അറിയായിരിക്കും. മനുവേട്ടനും അലീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. മനുവേട്ടനും കൃഷ്ണമോളും അച്ഛനും മാത്രം അറിഞ്ഞ സത്യങ്ങളായിരിക്കാം ഇതൊക്കെ. എന്തായാലും അങ്കിൾമാർക്കൊന്നും ഈ സത്യങ്ങളൊന്നും അറിയില്ല. അങ്കിൾമാരും എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അച്ഛനെ ചതച്ചത്. ആ ദേഷ്യമായിരിക്കും അച്ഛൻ അങ്കിളിനോടൊക്കെ കാണിക്കുന്നത്. അങ്കിളൊക്കെ അച്ഛനെ ചതച്ചതാണല്ലോ. ആ ഒരു ദേഷ്യമാണ് പാവൻ്റെ അച്ഛൻ അവരോടെല്ലാം തീർത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അച്ഛനെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. അലീന വന്ന് കയറിയപ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറുന്ന കരുതി പാവം അച്ഛനെ ഞാൻ എന്തോരം തെറ്റിദ്ധരിച്ചു എന്നൊക്കെ അവൻ മനസ്സിലോർത്ത് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം നേരെ ഈ ഫോണുമായിട്ട് രോഹിത്ത് കൊല്ലപ്പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. കൊല്ലപ്പള്ളിയിലേക്ക് പോയതിനു ശേഷം മുത്തശ്ശിയെ കണ്ട് ഫോൺ തിരികെ കൊടുക്കുന്നുണ്ട്. ആഹാ, ഇത് ഞാൻ അടച്ച് മറന്നു പോയടാ. വൈജയെ കണ്ട വിഷമത്തിൽ ഞാൻ ഒന്നും തന്നെ ഓർത്തില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. രോഹിത്തിനാണെങ്കിൽ മുത്തശ്ശിയോട് എന്തെങ്കിലും കാര്യമൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിലും മുത്തശ്ശി എന്ത് കരുതും, മുത്തശ്ശിക്ക് മനസ്സിലാവോ എന്നൊക്കെ പേടിച്ചിട്ട് ചോദിക്കാതിരിക്കായിരിക്കും. എന്താടാ നിന്റെ മുഖത്തിന് ആ പടൊരു വാട്ടം പോലെ? വീണ്ടും ബാലേന്ദ്രൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കാണ്. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, എൻ്റെ അമ്മ ആഗ്രയിൽ പഠിക്കാൻ പോയിരുന്നില്ലേ? അത് എത്രാമത്തെ വയസ്സിലാ? അത് പിന്നെ അവളുടെ കല്യാണത്തിന് തൊട്ട് മുമ്പെന്ന് പറയുമ്പം എടാ, അവിടെ അവൾ 1 വർഷമേ പഠിച്ചുള്ളൂ. അതിനുശേഷം ഇവിടെ വന്നുടനെ ബാലന്ദനുമായിട്ടുള്ള കല്യാണമായിരുന്നു. അല്ലപ്പോൾ എൻ്റെ അച്ഛനപ്പം എവിടെയായിരുന്നു? ഈ അമ്മ 2 വർഷത്തോളം അവിടെ പഠിക്കാൻ പോയപ്പം 2 വർഷം അവൾ ആഗ്രയിൽ പഠിക്കാൻ പോയ സമയത്ത് നിന്റെ അച്ഛൻ ഗൾഫിലായിരുന്നു. ആഗ്രയിൽ നിന്ന് അവളും വന്നു, ഇവിടുന്ന് ഇവനും വന്നപ്പോൾ 2 പേരെയും കല്യാണം നടത്തി. അമ്മേ, മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശി സത്യം പറയോ? എന്താടാ എൻ്റെ കാര്യം? അല്ല, അമ്മയ്ക്ക് ആഗ്രയിൽ വെച്ച് വല്ല അഫെയറും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താടാ നീ ഇപ്പം എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അമ്മ അച്ഛൻ്റെ ഇടയ്ക്കത്തെ സംസാരത്തിൽ എനിക്ക് അങ്ങനെ എന്തോ ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഏയ് അങ്ങനൊന്നും എനിക്കതൊന്നും അറിയില്ല, നീ ഒന്ന് പോയേ. ആവശ്യമില്ലാതെ അമ്മയുടെ പഴയകാലം കുത്തിപ്പൊക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല മുത്തശ്ശി, എനിക്ക് അറിയാനുള്ള ഒരാഗ്രഹം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതൊന്നും എനിക്കറിയില്ല. പിന്നെ ആ കാലത്ത് വൈജയ്ക്കൊരു പ്രണയം ഉണ്ടെന്നൊക്കെ എനിക്കറിയായിരുന്നു. അത് അപ്പം തന്നെ അങ്ങ് പോവുകയും ചെയ്തു. അത് വലിയ കാര്യമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള പ്രണയമൊന്നും അല്ലായിരുന്നു. വന്ന ഉടനെ തന്നെ അവളുടെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ആ ശരി മുത്തശ്ശിയെങ്കിൽ ഞാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവൻ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചെന്ന് മുത്തശ്ശിയെ നോക്കാണ്. മുത്തശ്ശി അപ്പം ആകെപ്പാടെ വെപ്രാളം പിടിച്ചിങ്ങനെ ചങ്ക് പൊത്തിപ്പിടിച്ച് നിൽക്കാണ്. എൻ്റെ ഈശ്വര, ഓരോരുത്തരായിട്ട് ഈ കാര്യങ്ങളെല്ലാം അറിയുമോ? ഇപ്പൊ പലവരായിട്ട് ഇതൊക്കെ ചോദിക്കുകയാണല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രോഹിത് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയതിനു ശേഷം കൃഷ്ണയെ അല്ലെങ്കിൽ നമ്മൾ സംസാരം ഒളിഞ്ഞു കേൾക്കുകയാണെങ്കിൽ എന്താണ് ഇത്ര സംഭവം എന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒന്നുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത് പോയി ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ. അലീനയും കൃഷ്ണയും കൂടി അടുക്കളയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, എങ്കിലും എനിക്കിപ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷ. എൻ്റെ അമ്മേനെ എനിക്ക് പൊന്നുപോലെ നോക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആഹാ, കൊള്ളാലോട് ചേച്ചിക്കള്ളി. എൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയിട്ട് വേണോ നോക്കാനായിട്ട്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അമ്മ എന്നെ അടുത്തിരുത്തി ഒന്ന് നോക്കത്തുകൂടി ഇല്ലല്ലോ. ആ സമയത്ത് എൻ്റെ അമ്മേനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ എനിക്ക് നോക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് തന്നെ വലിയ അനുഗ്രഹമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൃഷ്ണ പറയാണ്, അല്ല ചേച്ചി, ചേച്ചിയുടെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും ഒരു അറിവുണ്ടോ? അറിയില്ല മോളെ, ആരോട് ചോദിക്കാനാ? ആഗ്രയിലേക്ക് അന്ന് അച്ഛൻ പോയ സമയത്ത് ഇങ്ങനെ ആരോവായിട്ട് ഒരു ബന്ധമുണ്ടെന്നൊക്കെ അറിഞ്ഞു. അതിലുണ്ടായ കുട്ടിയാ ഞാനെന്നും അറിഞ്ഞു. പക്ഷേങ്കിൽ അത് ആരാണെന്നൊന്നും അവർക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആ 10-21 വർഷം മുമ്പ് ഉള്ള സമയമല്ലേ. ആ സമയത്ത് അതെന്താണെന്നോ ആരാണെന്നും ആർക്കും അറിയില്ല. ഒരു ആർമി ഓഫീസറാണെന്ന് മാത്രം അറിയാമെന്ന് പറയുന്നുണ്ട്. ചേച്ചിക്ക് ഒന്ന് അന്വേഷിച്ചിടായിരുന്നോ? എന്തിന്? ഒരാളെ അന്വേഷിച്ചപ്പോൾ തന്നെ ഇപ്പൊ എന്തൊക്കെ പുകില. ഇനി അച്ഛനെ കൂടി അന്വേഷിച്ച് പോയിട്ട് വെറുതെ പുകിലുണ്ടാക്കണ്ട. മുത്തശ്ശിയോട് ഞാൻ ഒരു തവണ ചോദിച്ചു, ആഗ്രയിൽ ഇങ്ങനെ അമ്മയ്ക്ക് എന്തോ ഒരു അഫെയർ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. മുത്തശ്ശി ആകെപ്പാടെ പേടിച്ചു, ഒന്നും വിട്ടു പറഞ്ഞില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനും നിന്നില്ല. എന്തിനാ മോളെ നമ്മളായിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇപ്പതേ അച്ഛന് സത്യങ്ങളെല്ലാം അറിഞ്ഞു. അതറിഞ്ഞ പിന്നെയാണല്ലോ അച്ഛന് അമ്മയോട് ഇത്രയ്ക്കും ദേഷ്യം ഉണ്ടായത്. ഞാൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ. വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു, ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു. അന്ന് ബജിതാമ്മയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ മുത്തശ്ശൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോയനെ. അമ്മേനെ ഒരു നോക്ക് കാണണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല മോളെ എന്നൊക്കെ പറയാണ്. സാരല്ലേ ചേച്ചി, ഒന്നും ചേച്ചി അറിഞ്ഞോണ്ടല്ലോ, എല്ലാം വിധിയാണെന്ന് കരുതിയാൽ മതി. ഇത്രയും കാലം ചേച്ചി അമ്മയെ കാണാതെ അനാഥയെ പോലെ വളർന്നില്ലേ. ഇപ്പോൾ ചേച്ചിയുടെ അമ്മ അടുത്തുണ്ടല്ലോ. അച്ഛനെ പോലെ കാണാൻ എൻ്റെ അച്ഛനും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞൊരു സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് നമ്മുടെ രോഹിത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആഗ്രയിൽ വെച്ച് അമ്മയ്ക്കൊരു അഫെയർ ഉണ്ടാകാനുള്ള കുട്ടിയാണ് അലീന എന്നും തങ്ങളുടെയൊക്കെ ചേച്ചിയാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുകയാണ്. താൻ മനസ്സിലാക്കിയ കാര്യം എന്തായാലും ആരും അറിയണ്ട. അച്ഛനാണ് അങ്ങനെ അമ്മ ആണ് തെറ്റ് ചെയ്തത്, അച്ഛനാണ് അല്ല, അച്ഛൻ പാവമാണെന്നും എല്ലാം സഹിച്ചുകൊണ്ട് എല്ലാം ക്ഷമിച്ചുകൊണ്ട് അച്ഛൻ്റെ ആ ഒരു വിഷമം മൊത്തം ദേഷ്യമായി കൺവേർട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും പെരുമാറാണെന്ന സത്യമൊക്കെ അവൻ മനസ്സിലാക്കുകയാണ്. ഇനി ഒരിക്കലും താൻ അച്ഛനെ വിഷമിപ്പിക്കില്ല എന്നും അവൻ മനസ്സുറപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അലീനനെ ഇനി ദ്രോഹിക്കാനും സമ്മതിക്കില്ല, അവൻ ദ്രോഹിക്കത്തുമില്ല എന്നൊക്കെ തന്നെയും രോഹിത് മനസ്സിൽ ഉറപ്പിക്കാൻ കേട്ടോ. ഇതുപോലെയുള്ള സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാതിരിക്കാൻ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.